ഇപ്പോൾ ഒരുപാട് നാളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ ഒരു വൈറൽ കോണ്ടന്റിന് വേണ്ടി ഏതറ്റം വരെ പോവാന്ന് പറഞ്ഞത്. മലയുടെ മേലെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും, അല്ലെങ്കിൽ ഒരുപാട് റീൽസിന് വേണ്ടിയിട്ട് റോഡിന്റെ നടുക്ക് ചെന്ന് എടുക്കുന്നതും, അങ്ങനെ ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് വളരെ എക്സ്ട്രീം ഇതിലേക്ക് പോകുന്ന വരെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിയാണ്. ലൈക്ക് ഇപ്പോ കോണ്ടന്റിന് വേണ്ടിയിട്ടും ലൈക്സ് ആൻഡ് വ്യൂസിന് വേണ്ടിയിട്ട് ആൾക്കാർ പല രീതിക്ക് കൂടിയിട്ട് അവര് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് അവർ യൂട്യൂബില് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കുറെ പ്ലാറ്റ്ഫോംസിൽ ഇവർ അപ്ലോഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റില്ല. ലൈക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിക്കക്കാടോ അവക്കാടോ, പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ ഒരു മുക്ക് ബാനറാണ്. അയാൾ ഇങ്ങനെ ഫുഡ് ഈറ്റിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് സ്വന്തം ഹെൽത്ത് പോലും അയാൾ കൺസിഡർ ചെയ്യാണ്ട് ലൈക്സിനും വ്യൂസിനും വേണ്ടിയിട്ട്, പിന്നെ പോരാന്നിട്ട് അവരുടെ ആ ഒരു കോണ്ടന്റ് വഴി അവർക്ക് എന്താ പറയുക ഒരു വരുമാനം വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് പല രീതിക്കും കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതായിട്ട് നമുക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പൊതുവേ ഭയങ്കര ഒരു ഡിമാൻഡ് ഉള്ള ഒരു ജോബാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ളത്. നല്ല വെൽ പേയിങ് ആയിട്ടുള്ള ജോബാണ്. നമ്മൾ അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം റീച്ചും ഒക്കെ ഉള്ളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ്സ് ആയിക്കോട്ടെ, നമ്മളെ സ്പോൺസർ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ബ്രാൻഡ്സ് നമുക്ക് പേ ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പാർട്ട്ണർഷിപ്സ് വഴി, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ വ്യൂസ് വഴി നമുക്ക് റവന്യൂ കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതിനനുസരിച്ച് പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എക്സ്ട്രീം ലെവലിലേട്ടാണ് പോകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിക്കക്കാടോ ഒക്കാടോ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മലയാളത്തിൽ നോക്കുവാണെങ്കിൽ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലി യൂട്യൂബ് ചാനലുണ്ട്. അവരവരുടെ കുടുംബകാര്യങ്ങളും മൊത്തം ഒളിച്ചോടിപ്പോയ കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അവരിടാറുണ്ട്. പിന്നെ പ്രണവ് കൊച്ചു, പ്രവീൺ എന്നൊക്കെ പറഞ്ഞ 2 ബ്രദേഴ്സ് അവരുടെ ഫാമിലി ഫൈറ്റ് ഒക്കെ എടുത്തിട്ട് യൂട്യൂബ് ചാനലിലിട്ടു. പിന്നെ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങി. 2 ചാനലിലും കോണ്ടന്റ്സ് ഒക്കെ മാറ്റിയിടുമ്പോൾ 2 ചാനലിലും ഈക്വൽ ആയിട്ട് വ്യൂസ് കയറുകയും 2 തരത്തിലുള്ള റവന്യൂ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ലെവലിലോട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ കുറെ കോണ്ടന്റ്സ് നമുക്കിപ്പോ കാണാൻ പറ്റും. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എന്തിന് ഫേസ്ബുക്കിലായാലും ടിക്ടോക്ക് അങ്ങനത്തെയുള്ള കുറെ പ്ലാറ്റ്ഫോംസിൽ നമുക്കിപ്പോ കുറെ കണ്ടന്റ് കാണാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫാമിലി കോണ്ടന്റ് ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ആൾക്കാരിലോട്ട് എത്തിച്ച് അതിനനുസരിച്ച് അവർക്ക് ലൈക്സ് വ്യൂസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അതിന്നൊരു റവന്യൂ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് അവരുടെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്സ് ആയിരിക്കും. തമാശകൾ കാണിച്ചിട്ടും അങ്ങനെയുള്ള കുറെ ലൈക്ക് പ്രാങ്ക് വീഡിയോസ് അങ്ങനത്തെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഇങ്ങനെ കുറെ വ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ അതുവഴി റവന്യൂ ഏൺ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രാങ്ക് വീഡിയോസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ പ്രാങ്ക് വീഡിയോസിനെ മിസ്യൂസ് ചെയ്തിട്ടും ലൈക്ക് ഒരുമാതിരി എക്സ്ട്രീം ലെവൽ പ്രാങ്ക് വീഡിയോസ്, ഇപ്പോൾ ഒരാളുടെ ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് പ്രാങ്ക് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് എക്സ്ട്രീം ലെവൽസിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരു പാപ്പരാസി കൾച്ചർ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇതായിട്ട് വരിക. നീലക്കുയിൽ മീഡിയ, അങ്ങനെ ഒരുപാട് മീഡിയാസൊക്കെ സെലബ്സിനെ ഫോളോ ചെയ്തിട്ട് അവരുടെ വീഡിയോ എടുത്തിടുക, അങ്ങനെ റീച്ച് ഉണ്ടാക്കുക, അവരുടെ പ്രൈവസിയിലേക്ക് ഇൻവേഡ് ചെയ്ത് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ പൊട്ട ആംഗിൾസ് നിന്ന് വീഡിയോസ് എടുത്ത് റീച്ച് ഉണ്ടാക്കുക. അങ്ങനെ ഒരുപാട് രീതിയിൽ കോണ്ടന്റ് വൈറലാക്കാനായിട്ട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഈ പ്രാങ്ക് വീഡിയോസ് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള വീഡിയോസ് എടുക്കാറുണ്ട്. പിന്നെ ഓൾസോ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി ചെയ്യണ പോലത്തെ വീഡിയോസ്, അതായത് ലൈക്ക് ഇത്ര ലക്ഷം രൂപ ഞാൻ ഇത്ര ആൾക്ക് കൊടുത്തു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് അവർ പറയും എനിക്ക് വീഡിയോക്ക് റീച്ച് കിട്ടിയാലേ എനിക്ക് പൈസ ഉണ്ടാവുള്ളൂ ജനങ്ങൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ചാരിറ്റിക്ക് ചെയ്യാനായിട്ട്, അപ്പോൾ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ പല രീതിയിലും കോണ്ടന്റ് റീച്ച് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൽ ഏതൊക്കെയാണ് എത്തിക്കൽ, ഏതൊക്കെയാണ് ഒരു ഫൈൻ ലൈൻ ആണല്ലോ ഇതിൽ ഏതാണ് ലൈൻ ക്രോസ് ചെയ്യുന്നതെന്ന് നമ്മൾ വ്യൂവേഴ്സിനും അല്ലെങ്കിൽ അവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പൊ ആൾക്കാര് കൂടുതലും കുറെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പല രീതിക്കുള്ള കോണ്ടന്റ്സ് ഇടാറുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അവരുടെ ഫാമിലി മാറ്റേഴ്സ് ആയിക്കോട്ടെ, അവരുടെ എന്താ പറയുക പ്രാങ്ക് വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാവരും ഏതൊരു റവന്യൂ ഉണ്ടാക്കാനും പോരാന്നിട്ട് ലൈക്സും ഷെയർസും കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കോണ്ടന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
പക്ഷെ അതിൽ നല്ലത് ഏതാണ്, മോശമായിട്ടുള്ള കോണ്ടന്റ് ഏതാണെന്നുള്ളത് നമ്മൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റീച്ച് കിട്ടി റവന്യൂ അല്ലെങ്കിൽ പൈസ എന്നുള്ളതിലപ്പുറം ഫെയിം എന്നുള്ള കാര്യം ഒരുപാട് ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വൈറലായിട്ടുള്ള ആൾക്കാരെ പറയണമെങ്കിൽ അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ, ആറാട്ടണ്ണൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഫെയിമിന് വേണ്ടിയിട്ടും കൂടിയാണ്. ലൈക്ക് അവർ മൈൻഡിൽ അവരെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഒരു ഇപ്പോൾ അവരൊരു സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആൾക്കാർ അങ്ങനെ ആക്കി, അവർക്ക് ആവശ്യമില്ലാത്ത അറ്റൻഷൻ കൊടുത്തിട്ട് അവരെ വളരെ ഈവൻ കോളേജ് ഷോസിൽ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മളെത്തി. അങ്ങനെ ഇറലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർ ചെയ്ത എന്തെങ്കിലും ഒരു എക്സ്ട്രീം കാര്യത്തിന് വേണ്ടിയിട്ട് അത് വൈറലായി എന്ന് വിചാരിച്ച് അവരെ പോപ്പുലർ ആക്കി എന്നുള്ളതാണ്. നമ്മൾ തന്നെ ആസ് ആൻ ഓഡിയൻസ് നമ്മൾ തന്നെയാണ് അവരെ പോപ്പുലർ ആക്കിയത്. അവർക്കിപ്പം ഈ പറഞ്ഞ പോലെ കോളേജിൽ ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ അവരുടെ പേജിൽ നല്ല റീച്ച് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെ ആയിരിക്കാം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു ഇൻഫ്ലുവൻസ്. ഫെയിം കിട്ടും, പൈസ, ഈസി വേ ഓഫ് മേക്കിംഗ് മണിയാണ്. സോ അവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ എക്സ്ട്രീം കാര്യങ്ങൾ ചെയ്ത് ഫേമസ് ആകാൻ അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടി ആയിരിക്കും അവർ ഓരോരുത്തർ ശ്രമിക്കുന്നത്. ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ അതിൽ ഒരുപാട് ലൈക്സും വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടിയും പലതരം ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മീഡിയ ചാനൽസ് അവരിനെ തന്നെ ഇന്റർവ്യൂസിന് പോലും വിളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാരിലോട്ട് ഒരു റോങ് ഇൻഫ്ലുവൻസ് ആണ് അതിലോട്ട് എത്തിക്കുന്നത്. ലൈക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടാണ് ആ പുള്ളിക്കാരൻ ഇത്രയും ഫേമസ് ആയത് എന്നുള്ളൊരു രീതിക്ക് പല ആൾക്കാരും കാണാൻ പറ്റും. ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അലൻ ജോസ് പെരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കി ഇങ്ങനെയുള്ള ആൾക്കാർ ഫേമസ് ആവാൻ തന്നെ നമ്മൾ ഓഡിയൻസ് കാരണം തന്നെയല്ല. ലൈക്ക് ഇപ്പൊ പാപ്പറാസീസ് അവരൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റീച്ചും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ ഓരോ ഇങ്ങനത്തെ ലൈക്ക് ഷോസിലും കാര്യങ്ങളിലോട്ടൊക്കെ ഇന്റർവ്യൂസിനും കാര്യങ്ങളിലോട്ടൊക്കെ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ നല്ല കോണ്ടന്റിനും ഏതാണ് ചീത്ത കോണ്ടന്റ് ഏതാണെന്നുള്ളൊരു ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലൈക്ക് ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഗ്രീൻ ഹൗസ് മീഡിയ പിന്നീട് ട്രോളുകളിലൂടെ പ്രശ്നേഷ് എന്ന് വൈറലായിട്ട് അറിയപ്പെട്ട ആള്, അയാളുടെ പേഴ്സണാലിറ്റി ആക്ച്വലി ആദ്യം വൃത്തിയാക്കുന്നു എന്നുള്ളൊരു ഇതിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. അത് നല്ലൊരു പ്രവൃത്തിയായിട്ട് ബീച്ചസ് ക്ലീൻ ചെയ്യുന്നു അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തു തുടങ്ങിയത്. പിന്നീട് ഏതോ ഒരു വീഡിയോയിൽ വൈറൽ കോണ്ടന്റ് ആയിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളത് എപ്പോഴും ഇയാൾ കംപ്ലൈന്റ് പറയുന്നു എന്നൊരു ഇമേജ് അയാൾക്ക് കിട്ടിയപ്പോൾ പിന്നീട് അയാൾ തന്നെ ബാക്കി എല്ലാ വീഡിയോയിലും സ്വയമേ അറിഞ്ഞുകൊണ്ട് ആ ഒരു നെഗറ്റീവ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ബിക്കോസ് നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പബ്ലിസിറ്റി ആണെന്നുള്ള രീതിയിൽ പുള്ളിക്ക് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂവേഴ്സ് ആണെങ്കിൽ ഓരോ ഇൻ്റർവ്യൂസ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നതിലൂടെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുകയും അവർക്ക് റെലവൻ്റ് ആയിട്ട് നിൽക്കാനും പറ്റും. നമ്മൾ ആസ് എ ഓഡിയൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ആൾക്കാരെ ലൈക്ക് കുറച്ച് വൈറലാകാൻ വേണ്ടി എന്ത് തോന്നിയവസവും കാണിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക, അവരെ നല്ല കോണ്ടന്റിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.